അതിഥിത്തൊഴിലാളി ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ പോലീസ് സർജൻ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. രാംനാരായൺ ബഗേലിന്റെ ശരീരത്തിൽ അടിയേൽക്കാത്ത സ്ഥലങ്ങളില്ല എന്നാണ് ഡോക്ടർ TS ഹിതേഷ് ശങ്കർ വ്യക്തമാക്കിയത്. രാംനാരായണനോട് നടത്തിയത് കാടത്തമെന്നും അദ്ദേഹം പ്രതികരിച്ചു. എത്രത്തോളം ക്രൂരമായി ഒരു മർദ്ദനത്തിനിരയായി ഒരു ആൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം, അത് നമ്മളുടെ കേരളീയ സമൂഹം ഒരു അതിഥി തൊഴിലാളിയോട് ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരാളെ തച്ചു കൊന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അടി ഒരാളെ ശരീരത്തിൽ ഇത്രയധികം മർദ്ദനമേൽക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാവും. അത് തന്നെയാണ് മരണകാരണം. എന്തുകൊണ്ട് ജനങ്ങൾ അവരെ പോലീസിനെ ഏൽപ്പിക്കുന്നില്ല? ചെയ്ത ആളുകൾ ആര് തന്നെയായാലും അത് അവരെ ഒറ്റപ്പെടുത്തണം, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം. ബഗൽ കൊല്ലപ്പെട്ട് 4 ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന കോൺഗ്രസിന്റെ വിമർശനം. പ്പെടുന്നത് 4 ദിവസമായി മരണപ്പെട്ട അതിഥി തൊഴിലാളിക്ക് അവരുടെ കുടുംബത്തിന് ഇതേവരെയും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിൽ അടിയന്തരമായി നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്ത സർക്കാർ നിലപാട്, പ്രത്യേകിച്ച് ഇത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന നാരായണൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുന്നതിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഇത് ലാഘവബുദ്ധിയോടെയാണ് കൈകാര്യം ചെയ്തത്. സൂരജ് സജി തുടരുന്നുണ്ട്. സൂരജ്, അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. നേരത്തെയും സമാനമായ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന അന്വേഷണ സംഘമൊക്കെ വിലയിരുത്തിയതാണ്. എങ്ങനെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊരു ചോദ്യമായി തന്നെ നമ്മുടെ മുൻപിലുണ്ട്. ഈ കുടുംബം ഇപ്പോഴും അവിടെ പ്രതിഷേധവുമായി തുടരുകയാണോ സൂരജ്? ഉന്മേഷ്, തീർച്ചയായും. അതായത് കുടുംബം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. അവർ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുകൾ കിട്ടാതെ തങ്ങൾ കേരളത്തിൽ നിന്ന് മടങ്ങില്ല, മൃതദേഹം ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതുവരെ അവർ തൃശ്ശൂരിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. കുടുംബത്തെ സംബന്ധിച്ച് അവർ പറയുന്നത് തങ്ങൾക്ക് ഏക വരുമാന മാർഗം, അതായത് ഈ രാംനാരായണൻ തൊഴിലെടുക്കുന്നതിലൂടെയുള്ള വരുമാനമാണ് തങ്ങളുടെ ജീവിതം അടക്കം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. തങ്ങളുടെ ജീവിതം തന്നെ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാതെ തങ്ങൾ ഈ മൃതദേഹം ഏറ്റെടുക്കില്ല, തൃശ്ശൂരിൽ നിന്ന് മടങ്ങില്ല എന്നുള്ളതാണ് കുടുംബം അറിയിക്കുന്നത്. കോൺഗ്രസ് അടക്കം സമരരംഗത്തേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം ചേരുന്ന ഇപ്പോൾ KPC സെക്രട്ടറി ആയിട്ടുള്ള രാജേന്ദ്രൻ അരങ്ങത്താണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താ? ഇപ്പോഴത്തെ സാഹചര്യം അത്യന്തം വേദനാജനകമാണ്. ആ കുടുംബം വന്ന് അവരുടെ വിഷമതകൾ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഇനി ജീവിക്കാൻ 2 കുട്ടികളാണ്, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സർക്കാർ അവർക്കുള്ള ഏക വരുമാന മാർഗം നിലച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഈ മൃതശരീരം കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം സർക്കാർ നൽകേണ്ടതുണ്ട്. സർക്കാർ അടിയന്തരമായി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ആ കുടുംബത്തെ സഹായിക്കണം. അതോടൊപ്പം ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളും മർദ്ദനങ്ങളും ഉണ്ടാകാതിരിക്കാൻ സർക്കാർ അടിയന്തരമായ നടപടികൾ ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാവുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഉന്മേഷ്, അതായത് കോൺഗ്രസ് അടക്കം ആവശ്യപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. രാജേന്ദ്രൻ രംഗത്തൊക്കെ ഈ മെഡിക്കൽ കോളേജിന്റെ വികസന സമിതിയിൽ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരടക്കം ഈ കുടുംബത്തിന് പിന്തുണയുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്ന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ രാംനാരായണൻ. അതുകൊണ്ട് തന്നെ ഈ SC/ST വകുപ്പ് പ്രകാരമൊക്കെ കേസെടുക്കണം എന്ന ആവശ്യമെല്ലാം തന്നെ ഇവരെല്ലാവരും മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും പോലീസ് അത്തരം നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഈ ആൾക്കൂട്ട മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളവരാകട്ടെ അവർ പ്രദേശവാസികളാണ്, പലർക്കും കണ്ടാൽ തിരിച്ചറിയാവുന്ന ആളുകളാണ്. അതിൽ വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവരെ ഇപ്പോഴും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയത് കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിൽ ചുമത്താത്ത വകുപ്പുകൾ, അതായത് SC/ST അട്രോസിറ്റി വകുപ്പുകൾ ചുമത്താം, അത് ചുമത്തിയിട്ടില്ല. അതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ശക്തമായ നിയമ നടപടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം, അത് ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന 25 ലക്ഷം രൂപയാണ്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അർഹമായ നഷ്ടപരിഹാരം നേടണം. അതോടൊപ്പം തന്നെ ഈ നിയമപരമായി തങ്ങൾക്ക് ലഭിക്കേണ്ട ഉറപ്പുകൾ ലഭിച്ചാൽ മാത്രമേ ഈ മൃതദേഹം ഇവിടെ നിന്ന് ഏറ്റെടുക്കൂ എന്നുള്ളതാണ് കുടുംബം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ആംബുലൻസ് അടക്കം സജ്ജീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം ഈ റവന്യൂ വകുപ്പ് അധികൃതർ ആംബുലൻസ് അടക്കം ഈ ഛത്തീസ്ഗഡിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് അടക്കം സജ്ജീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അല്ലെങ്കിൽ മൃതദേഹം കേരളത്തിൽ സംസ്കരിക്കണമെങ്കിൽ ആ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം എന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ കുടുംബം അപ്പോഴും നേരത്തെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം തങ്ങൾക്ക് നേരെ ഉണ്ടായത് ആൾക്കൂട്ട കൊലപാതകമാണ്, ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് രാംനാരായണൻ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികളെയും അടക്കം അറസ്റ്റ് ചെയ്യണം, കർശന
കർശനമായ നിയമ നടപടി ഉണ്ടാകണമെന്ന് കുടുംബം നേരത്തെ ആവശ്യപ്പെട്ടാണ്. പക്ഷേ ആ ആവശ്യങ്ങൾ ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബം ഇപ്പോഴും തയ്യാറാകാത്തത്. എന്തായാലും കടുത്ത പ്രതിഷേധം അത് തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ ഇപ്പോൾ ഉയരുകയാണ്. ഉന്മേഷ്, പോലീസ് സർജന്റെ വാക്കുകളിൽ എത്ര ക്രൂരമായിരുന്നു ആ ആക്രമണം, ആ കൊലപാതകം എന്ന് കൂടി വ്യക്തമാകുന്നുണ്ട്. ഒട്ടേറെ ആളുകൾക്ക് ഇനിയും പങ്കുണ്ട് എന്ന് പറയുന്നു. അവരിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.